കേരള ഫയർഫോഴ്സ് ജീവൻ രക്ഷാ സന്ദേശവുമായി തിരക്കേറിയ വ്യാപാര സമുച്ചയത്തിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ദിനാചരണത്തോടനുബന്ധിച്ച് എറണാകുളം ഗാന്ധിനഗർ ഫയർ സ്റ്റേഷൻ ഹോംഗാർഡ് സിവിൽ ഡിഫൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും മോക്ക് ഡ്രില്ലും സംഘടിപ്പിച്ചു. മരട് ഫോറം മാളിൽ മാൾ ജീവനക്കാരും സഹകരണത്തോടുകൂടി തിരക്കേറിയ വ്യാപാര സമുച്ചയത്തിൽ ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ അടിയന്തരമായി പ്രാഥമിക ചികിത്സ CPR എങ്ങനെ നൽകാം എന്ന സന്ദേശം നൽകുന്ന മോക്ക് ഡ്രില്ലാണ് അവതരിപ്പിച്ചത്. മരട് ഫോറം മാൾ അങ്കണത്തിൽ ബഹുമാനപ്പെട്ട ഗാന്ധിനഗർ ഫയർ സ്റ്റേഷൻ SHO ശ്രീ രാജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ് വാളണ്ടിയർമാർ തുടങ്ങിയവർ സംയുക്തമായി ബോധവൽക്കരണ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്ത പ്രവർത്തകർക്കും മോക്ക് ഡ്രില്ലിൽ പ്രവർത്തനത്തിൽ പങ്കാളിയായ പൊതുജനങ്ങൾക്കും ഫയർഫോഴ്സിൻ്റെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വലിയ ഷോയായിട്ട് വെള്ളം പോയി കൊടുക്കാനായിരുന്നു. ചൂടുന്നുണ്ടായിരിക്കും. എമർജൻസി എമർജൻസി ഈ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാം കേട്ടോ. സ്പീഡാണ്. കുഴപ്പമൊന്നും മാറില്ല ശ്വാസം കൊണ്ട് പഠിക്കണ്ട. ചേച്ചി മേഡം മേഡം ഒന്ന് എടുത്തോളൂ. ഇവിടെ ഈ സൈഡ് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും സിവിൽ ഡിഫൻസും ചേർന്ന് നടത്തുന്ന ഒരു മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ ഈ മരട് ഫോറം മാളിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഫയർ സർവീസ് വാരാചരണത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ക്യാമ്പയിൻ പ്രോഗ്രാംസ് നടത്തി വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മാളുകളിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധനമാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതിൽ CPR കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ചില പ്രായോഗികമായിട്ടുള്ള വശങ്ങളാണ് മെയിനായിട്ട് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി സിവിൽ ഡിഫൻസുകാരുണ്ട്,
പുതുതായിട്ട് ജോയിൻ ചെയ്ത ഫയർ റെസ്ക്യൂ ഓഫീസേഴ്സ് വുമൻസ് ഉണ്ട്, ഫയർ റെസ്ക്യൂ ഓഫീസേഴ്സ് ഇവരെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഈ മോക്കിൽ സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഫോറം മാളിലെ സേഫ്റ്റി വിങ്ങിലെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊപ്പം സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും വളരെ വിജയകരമായിട്ട് തന്നെ ഈ മോക്കിൽ നടത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മോബിൻ്റെ ഇടയ്ക്ക് നിന്നൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ആ പേഷ്യൻറ്റിനുണ്ടാകും. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം എന്നതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മളൊരു ടീമുണ്ട്, സിവിൽ ഡിഫൻസിൻ്റെ അതോടൊപ്പം തന്നെ ഫയർ സർവീസിൻ്റെ ടീമുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ഇതിൽ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറം മാളിലെ സേഫ്റ്റി ഓഫീസേഴ്സും സേഫ്റ്റി സ്റ്റാഫുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ആ കുടഞ്ഞു വീണ ആൾക്ക് പൾസ് ഇല്ലായിരുന്നെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ CPR കൊടുക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുടഞ്ഞു വീണ ആളുടെ പൾസ് പരിശോധിക്കേണ്ട പൾസ് കാരോട്ടിക് പൾസാണ്. അതായത് നമ്മുടെ കഴുത്തിലൊരു പൾസ് കിട്ടും നമുക്ക് അല്ലേ. ഇപ്പോൾ ശരസാറ് കാണിക്കാൻ നോക്കിയോളൂ, കഴുത്തിലെ പൾസ് പരിശോധിക്കുക. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ LLF എന്ന് പറയും, ലുക്ക് ലിസൺ ആൻഡ് ഫീൽ. ആ ലുക്ക് ലിസൺ ആൻഡ് ഫീൽ ഉപയോഗിച്ച് നമ്മൾ ആൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കുന്നു. ഒരു 10 സെക്കൻഡ് കൊണ്ട് നമ്മളിത് പരിശോധിക്കുന്നു. അതായത് 1001, 1002, 1003 എന്ന പേസിലെത്തി 1010ഓടുകൂടി നമ്മൾ ആ പരിശോധന അവസാനിപ്പിക്കുന്നു. എന്നിട്ട് പൾസ് ഇല്ലെങ്കിൽ നമ്മൾ ആൾ മരിച്ചു പോയതായിട്ട് കണക്കാക്കരുത്. അതൊരു ക്ലിനിക്കൽ ഡെത്താണ്. ആ ക്ലിനിക്കൽ ഡെത്ത് ഒരു 6 മിനിറ്റിന് ശേഷം ബയോളജിക്കൽ ഡെത്തിലേക്ക് കൺവേർട്ട് ആകും. അങ്ങനെ ബയോളജിക്കൽ ഡെത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആളെ രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ 1 മിനിറ്റ് പോലും വൈകാതെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി CPR എന്ന് വെച്ചാൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ, നിലച്ചുപോയ ഹൃദയ ശ്വാസം, അതിൽ നമ്മൾ പുനരുജ്ജീവിക്കാൻ പോവാണ്. അതിൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇൽക്കോറിൻ്റെ ഗൈഡൻസ്, അതായത് ഇന്റർനാഷണൽ ലൈസൻസ് കമ്മിറ്റി റെസസിറ്റേഷൻ്റെ ഗൈഡൻസ് പ്രകാരം CAP മെത്തേഡിലാണ് നമ്മൾ CPR കൊടുക്കുന്നത്. ആദ്യം കൊടുക്കുന്നത് ഒരു 30 കംപ്രഷനാണ്. ആ 30 കംപ്രഷൻ കൊടുക്കാനായിട്ട് നെഞ്ചിൻ്റെ മധ്യഭാഗം കണ്ടുപിടിക്കണം. അതായത് നെഞ്ചിൻ്റെ ചെറുതായിട്ടൊരു കുഴിയുണ്ടല്ലോ എല്ലാവർക്കും, സിഫോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. അതിന് 2 വിരലിൽ മേലിലായിട്ട് ഒരു ദിവസത്തേക്ക് നമ്മുടെ വശമുള്ള കൈ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത കൈകൊണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നു. ഇനി മുട്ടുകൾ വളയാതെ ഷോൾഡറിൻ്റെ ബലം ഉപയോഗിച്ച് നമ്മൾ 30 കംപ്രഷൻ കൊടുക്കുന്നു. ഓക്കെ, 7, 8, 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 30. ഓക്കെ. ഇപ്പം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും കേരള സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്സ്, അതോടൊപ്പം തന്നെ ഫോറം മാളിലെ ERT ടീം, റെസ്ക്യൂ ടീം എല്ലാവരും ഒന്നിച്ച് നടത്തിയ ഒരു മോക്ക് ഡ്രില്ലാണ് വളരെ വിജയകരമായിട്ട് ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചു. ആദ്യമായി തന്നെ ഈ ഒരു മോക്ക് ഡ്രില്ല് ഇത്തരം ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ പേരിൽ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, BLSനെ കുറിച്ചാണെങ്കിലും ഫയർ ഫൈറ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും. പക്ഷെ ഒരു ക്ലാസ്സിലിരുന്ന് പോകുന്നതിനേക്കാളും ഒരു നേരിട്ടൊരു സംഭവം കാണുമ്പോൾ അതിനെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് കുറച്ചും കൂടി ആഴത്തിൽ പതിയുന്നത് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ് നമ്മൾ ഇന്നിവിടെ ഒരുക്കിയത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെ പെട്ടെന്ന് നോക്കി നിൽക്കാതെ അല്ലെങ്കിൽ പാനിക് ആവാതെ ഒരു ആകസ്മികമായ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു ലൈവായി തന്നെ പ്രകടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു മോക്ക് ഡ്രില്ലിൻ്റെ രൂപത്തിൽ കാണിക്കാൻ സാധിച്ചു. അതിൽ ഒത്തിരി പേര് ആക്റ്റീവായിട്ട് പങ്കെടുത്തു. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഇനി ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ആരും കാണികളെ പോലെ നോക്കി നിൽക്കാതെ ആക്റ്റീവായിട്ട് ഇടപെട്ട് വേണ്ട സഹായം പെട്ടെന്ന് വേണ്ട ഒരു BLS ആൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഒരു മെസ്സേജ്. പക്ഷേ അയാളെ CPR സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു CPR സ്റ്റാർട്ട് ചെയ്യുന്ന പൈസ വേണം. അപ്പോൾ അതുകൊണ്ട് വേണ്ട ഫസ്റ്റ് എയ്ഡ് എല്ലാം എടുക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ദുരിതമാണെങ്കിൽ പോലും നമുക്കതിനെ ഒരുമിച്ച് നേരിടാനായിട്ട് സാധിക്കും. അതിന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എപ്പോഴും സുസജ്ജമാണ്. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇതുപോലെയുള്ള ക്ലാസുകളെല്ലാം സംഘടിപ്പിക്കുന്ന പൊതുജനങ്ങൾക്കായിട്ട് ഈ സിവിൽ ഡിഫൻസ് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു സ്റ്റേഷനിൽ 50 വോളണ്ടിയേഴ്സ് വെച്ചത് കേരളത്തിലുള്ള എല്ലാ ഫയർ സ്റ്റേഷനുകളിലും നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഭാഗമാകാം. കുറഞ്ഞ കാലങ്ങളിൽ തന്നെ ഒത്തിരി പരിപാടികളിൽ പങ്കെടുക്കാനും ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ട്.
താല്പര്യമുള്ളവരെല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. നന്ദി, നമസ്കാരം.